Hello guys, welcome back to One Life Live with 007. നമുക്കിന്നൊരു ഫിഷിംഗ് മാർക്കറ്റിൽ പോയാലോ? കേപ്പ് ടൗണിലെ തന്നെ അതിമനോഹരമായ ഒരു ഫിഷിംഗ് മാർക്കറ്റ്. അതിമനോഹരമായ ഫിഷിംഗ് മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാൽക്ക് ബേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേപ്പ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 35 to 40 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഈ ഫിഷ് മാർക്കറ്റ് അതിമനോഹരം എന്ന് പറയാൻ കാരണം ഇത് അതിമനോഹരമായ സ്ഥലത്താണ് നിൽക്കുന്നത്. കാൽക്ക് ബേ എന്നാണ് ഫിഷിംഗ് മാർക്കറ്റിന്റെ പേര്. അതായത് ഫിഷിംഗ് മാർക്കറ്റ് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് കാൽക്ക് ബേ എന്നാണ്. കാൽക്ക് ബേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലോക്കൽ ഫിഷിംഗ് ചെയ്തിട്ട് വരുന്ന ഫിഷിംഗ് മാൻസ് ജസ്റ്റ് ഫിഷിംഗ് എല്ലാം, അതായത് ഫിഷിനെ എല്ലാം വെച്ചിട്ട് വിൽക്കുന്ന ഒരു ഹാർബർ, ചെറിയൊരു ഹാർബറാണ്. അവിടെ നല്ല ലോക്കൽ ഫുഡും കിട്ടും. ഫിഷിങ്ങിന്റെ അതായത് ഫിഷിന്റെ സീ ഫുഡ് നല്ല അടിപൊളി ലോക്കൽ മാർക്കറ്റിൽ നിന്ന് നല്ല സീ ഫുഡും കിട്ടും. പിന്നെ നമുക്ക് അത്യാവശ്യം ഫിഷിനെയും കിട്ടും. നമ്മുടെ നാട്ടിലെ പോലത്തെ ഫിഷ് അല്ല കേട്ടോ കിട്ടുന്നത്. അതായത് ചെറിയ ഫിഷുകളെല്ലാം ഇവിടെ വളരെ കുറവാണ്. അയല, മത്തി അങ്ങനത്തെ ഫിഷ് ഒന്നും ഇവിടെ വളരെ കാര്യമായിട്ട് കിട്ടത്തില്ല. ഇവിടെ കിട്ടുന്നത് ഏകദേശം യെല്ലോ ടൈല്, ഇത്തിരി കൂടി വലിയ വലിയ മീനുകളായിരിക്കും കിട്ടുന്നത്. സ്നൂക്ക്, പിന്നെ ഹെയ്ക്ക്, അങ്ങനത്തെ മീനുകൾ. അപ്പൊ നമുക്ക് ഫിഷ് മാർക്കറ്റിൽ ചെന്നിട്ട് കാണാം. ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റ് ആയി. ഞാൻ ഇത്തിരി കൂടി നേരത്തെ ഇറങ്ങാന്നാ വിചാരിച്ചത്, പക്ഷെ നേരത്തെ ഇറങ്ങാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഫിഷ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല, കാരണം ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് അറിയത്തില്ല. ഇത് നോക്കി പോകുന്ന വഴിക്ക് ഞാൻ ദേ ഇവിടെ കാറ് അവിടെ പാർക്ക് ചെയ്തു. ഇവിടെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പ്ലേസ് കിട്ടിയില്ല, പക്ഷെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയിട്ടാണ് പാർക്ക് ചെയ്തത്. ഇത് നോക്കി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാട്ടോ ഇത്. ഇത് ഇവിടെ മ്യൂസൻബർഗ് ബീച്ചിന്റെ മോളിക്കോടെയാണ് നമ്മൾ പോകുന്നത്. ഇത് ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഈ സ്ഥലമാണ് മ്യൂസൻബർഗ് എന്നാ പറയുന്നത്. മ്യൂസൻബർഗ് അതിമനോഹരമായ ബീച്ചുള്ള ഒരു സ്ഥലമാണ്. നോക്കി ആ കാണുന്നതാണ് മ്യൂസൻബർഗ് ബീച്ച് കേട്ടോ. അവിടെ കുറച്ച് കളറുള്ള ഇതെല്ലാം വെച്ചിട്ടുണ്ട്. കളറുള്ള ബിൽഡിങ്ങുകൾ പോലെ കണ്ടില്ലേ നിങ്ങൾ ബീച്ചിന്റെ ഉള്ളിൽ തന്നെ? ആ കാണുന്നതാണ് മ്യൂസൻബർഗ് ബീച്ച്. ഇത് ഫോൾസ് ബേയിലാണ് സ്ഥിതി കൊള്ളുന്നത് ഈ മ്യൂസൻബർഗ് ബീച്ച്. ഇത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കണ്ടോ. ഇവിടെ ഒരു ചെറിയൊരു മൗണ്ടൻസും ഇത് കണ്ടോ. ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ്. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം, അതായത് ഒരു ചെറിയ രീതിയിലുള്ള തണുപ്പും വലിയ ചൂടൊന്നുമില്ല. ഇത് നോക്കിയേ, ഈ ലൊക്കേഷൻ കണ്ടോ, എന്നാലേ എന്ത് ഭംഗിയാ നോക്കി. സൂപ്പർ അല്ലേ? ഇതേ കടലും ഇവിടെ സർഫ് ചെയ്യുന്നുണ്ട്. അവിടെ ആൾക്കാർ സർഫ് ചെയ്യുന്നുണ്ട്. വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ നല്ല സർഫിങ് ആയിരിക്കും, നല്ല തിരക്കായിരിക്കും. ഇപ്പം വിന്ററിലേക്ക് കടന്നുകൊണ്ട് നല്ല തണുപ്പാണ് വാട്ടറിന്. എന്നാലും ആൾക്കാർ സർഫ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇഷ്ടം പോലെ ആൾക്കാർ സർഫ് ചെയ്യുന്നുണ്ട് അവിടെ. ഞാൻ ഇത്തിരി കൂടി സൂം ചെയ്ത് കാണിക്കാവേ. കണ്ടോ, നിങ്ങൾക്ക് കാണുന്നില്ലേ? സർഫ് ചെയ്യുന്നുണ്ടോ ആൾക്കാര്? ഈ കളറുള്ള ബിൽഡിങ്ങുകളില്ലേ, ആ കളറുള്ള ബിൽഡിങ്ങുകള് നമ്മുടെ ബോളിവുഡ് സിനിമയിൽ പാട്ടുകളിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബീച്ച് ബോളിവുഡ് സിനിമകളിൽ പാട്ടുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് മ്യൂസൻബർഗ് എന്ന് പറഞ്ഞ സ്ഥലം. ഇതൊരു ചെറിയൊരു ടൗൺ ആണ്. നോക്കി, അത്യാവശ്യം മലയാളികളൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇത് കണ്ടോ, എന്ത് ഭംഗിയല്ലേ? ചെറിയ ലേക്കുകൾ അവിടെയും. പിന്നെ നോക്കി, നല്ല അടിപൊളി അല്ലേ? അടിപൊളി ലൊക്കേഷൻ ആട്ടോ അത്. കേപ്പ് ടൗണിൽ നിന്ന് ശരിക്കും 2-3 വഴിക്ക് നമുക്ക് വരാം. ഏത് വഴിക്ക് വന്നിട്ടുണ്ടെങ്കിലും എല്ലാ വഴിയും സീനിക് റൂട്ടുകളാട്ടോ. നമ്മള് വരുന്ന വഴി മനോഹരമായ വഴിയായിരുന്നു കേട്ടോ. എനിക്കധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇന്ന് മീനും വാമിയും കൂടിയില്ല. വാമിക്ക് ടീത്തിങ് ആയതുകൊണ്ട് വാമിക്ക് നല്ല വാശിയും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാശിയും പെയിനും ഉണ്ട് പാവത്തിന്. അതുകൊണ്ട് ഞങ്ങൾ വാമീനെ എടുത്തില്ല. അതുകൊണ്ട് മീനും വീട്ടിലിരിക്കുവാണ്. അപ്പൊ വരുന്ന വഴിക്ക് നല്ല സീനിക് റൂട്ടായിരുന്നു ശരിക്കും. പക്ഷെ പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ക്യാമറ അധികം എടുത്തിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് നോക്കി, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം. കണ്ടോ, പോകുന്ന വഴിക്ക് നല്ല അടിപൊളി വഴിയല്ലേ? നമ്മളത് ആ മല ഇപ്പതേക്ക് കയറി വന്നോണ്ടിരുന്ന ആ മല നമ്മൾ താഴേക്ക് ഇറങ്ങി നേരെ എത്തുന്നത് കാൽക്ക് ബേയിലേക്കാട്ടോ എത്തുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം, ഹാർബർ കാണാം. ഇത് കേപ്പ് ടൗണിൽ നിന്ന് സൈമൺസ് ടൗണിലേക്ക് ഒരു റെയിൽവേ റൂട്ട് ഉണ്ട്. ആ റെയിൽവേ റൂട്ടിൽ ഇവിടെ ഒരു സ്റ്റേഷൻ വരുന്നുണ്ട്. ഈ കാൽക്ക് ബേയിൽ ഒരു സ്റ്റേഷൻ വരുന്നുണ്ട്. നമുക്ക് റെയിൽവേ ട്രാക്ക് കാണാൻ പറ്റും നമ്മൾ ഹാർബറിലേക്ക് കിടക്കുമ്പോൾ. ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് ആണ് തിരിയേണ്ടത്. ലെഫ്റ്റ് തിരിഞ്ഞാൽ അത് മ്യൂസൻബർഗിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇത് കണ്ടോ, നമ്മള് ഇതാണ് റെയിൽവേ ട്രാക്ക് ഞാൻ പറഞ്ഞത്. നമ്മൾ മ്യൂസൻബർഗ് ബീച്ച് എത്തി, അതായത് കാൽക്ക് ബേ, മ്യൂസൻബർഗ് അല്ല കാൽക്ക് ബേ എത്തി കേട്ടോ, ഹാർബർ. അപ്പൊ ഗൈസ് നമ്മള് ഇവിടെ ഈ ഫിഷിംഗ് ഹാർബറിൽ എത്തി. ഇത് നോക്കിയേ, ഇതാണ് ഇവിടുത്തെ ഫിഷിംഗ് ഹാർബർ കേട്ടോ. ഇവിടെ നിറച്ച് ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രാവിലെ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇവര് ഇവിടുത്തെ മിക്ക കച്ചവടം കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഈ ഫിഷിംഗ് ഹാർബർ വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ മിക്ക ഫിഷും കഴിഞ്ഞു, ഏകദേശം ആൾക്കാരെല്ലാം പോയി കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഫിഷ് ആൻഡ് ചിപ്സിന്റെ കടയുണ്ട്. ഇത് തനി ലോക്കൽ ഫിഷ് ആൻഡ് ചിപ്സിന്റെ കടയാണ്. അത് പണ്ട് തൊട്ടുള്ളതാണ്. ഭയങ്കര തിരക്കാട്ടോ ഈ കടയില്. പിന്നെ അവിടെ ഒരു ബോട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. ഇതാണ് ശരിക്കും നമ്മുടെ ഒരു ഇത് വരുന്നത് കേട്ടോ. ലൊക്കേഷൻ നോക്കി, ഇത് നോക്കി, ആ ബ്രിഡ്ജ്,
റെയിൽവേ ട്രാക്ക് പോകുന്ന ബ്രിഡ്ജാട്ടോ, അതിന്റെ താഴെ കാണിച്ചു വെച്ചേക്കുന്നുണ്ടോ. വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ ഇത് നല്ല ഫുള്ളായിരിക്കും. ഇവിടെ ദേ ഒരു ബോട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ദേ ഇവിടെ ഒരു രസം കാണിച്ചു തരാവേ. ഇവിടെ ഒരു ബോട്ട് കണ്ടോ കേട്ടോ, നോക്കിക്കോ. ആ ബോട്ടിന്റെ പേര് കണ്ടോ, താജ്മഹൽ കേപ്പ് ടൗൺ എന്ന്. താജ്മഹൽ കേപ്പ് ടൗൺ എന്നാണ് ആ ബോട്ടിന്റെ പേര്. എന്ത് ഭംഗിയല്ലേ ഇത് നോക്കി. നല്ല തിരക്കില്ല, നല്ല തിരക്ക് ചിലപ്പോ എനിക്ക് തോന്നുന്നത് രാവിലെ ആയിരിക്കും നല്ല തിരക്ക്. അവിടെ എല്ലാം ആൾക്കാർ ഇതേ ചൂണ്ടയിടുന്നുണ്ട്. ദേ ചൂണ്ടയിട്ട ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചൂണ്ടയിടുന്ന സ്ഥലത്തേക്ക് പോകാം. പിന്നെ ദേ ഇവിടെ ദേ സീല്, ദേ ഇവിടെ ദേ താഴെ ദേ സീല് നോക്കി, ദേ കണ്ടോ സീല് കിടക്കുന്ന കണ്ടോ. നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് കുറച്ച് ഫിഷും മേടിക്കാം. നമുക്ക് അച്ചാറിടാൻ പറ്റുവാണെങ്കിൽ ഫിഷ് മേടിച്ച് അച്ചാറിടാം. ഇവിടെ കണ്ടോ, ഇത് ബോട്ടെല്ലാം റിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ്. ദേ ഇത് ബോട്ടെല്ലാം കയറ്റിയിട്ടാക്കുന്നത് കണ്ടോ. ചെറിയ ബോട്ടുകൾ ദേ ഇവിടെ കയറ്റിയിട്ടാക്കുവാണ്. ദേ ഇവിടെ ഒരു ചെറിയ ബോട്ട് ഉണ്ട്. ദേ ഇതെല്ലാം കയറ്റിയിട്ടിട്ട് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ബീച്ച് കണ്ടോ. എന്ത് ഭംഗിയല്ല ആ ബീച്ച് കാണാൻ വേണ്ടി. പാലത്തിന്റെ അടിയിൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആട്ടോ. അതേ ഇതാണ് കാൽക്ക് ബേ. ശരിക്കും ഈ കാൽക്ക് ബേയുടെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ലോപ്പ് മൗണ്ടൻസിലെ ബിൽഡിങ്ങുകളും അത് ഈ ഫോൾസ് ബേനെ ഫേസ് ചെയ്തിട്ടിരിക്കുന്നു. അതാണ് ഇതിന്റെ ഒരു ഭംഗി കേട്ടോ. നോക്കി സീകള്, അതായത് മറ്റേ കടൽക്കാക്ക എന്നൊക്കെ പറയുന്നില്ലേ, ആ സംഭവമാണിത്. നല്ല രസമല്ലേ. ഇത് കണ്ടോ സ്നൂക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി ഉണക്കാൻ വേണ്ടി ഇട്ടാക്കുവാണേ. സ്നൂക്ക് എന്ന് പറഞ്ഞ ഫിഷ് ആട്ടോ ഇത്. ഇതിങ്ങനെ ഉണക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. ദേ ഇവിടെ നിറച്ച് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പം ഇവിടെ നിറച്ച് മറ്റേ സീല് വന്നിരിക്കുന്ന കാണാം. പക്ഷെ അതേ സീല് പോകുന്നു. ഒരു സീല് ദേ കണ്ടോ, ഇതാണ് സീല്. ഉണ്ടോ സീല്, ഇവിടെ ഇഷ്ടം പോലെ സീൽ ഉണ്ടാകാറുണ്ട്. ഈ സീല് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാരായിട്ട് ഇണങ്ങും കേട്ടോ. ഈ സീല് ഐലൻഡ് വരെ ഉണ്ട്. നമുക്ക് സീൽ ഐലൻഡിലേക്ക് ഒരു പ്രാവശ്യം പോകണം. ഇതിനടുത്ത് തന്നെയാണ് സീൽ ഐലൻഡ് വരുന്നത്. നമുക്ക് സീൽ ഐലൻഡിൽ ഒരു പ്രാവശ്യം പോകണം കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇത് വെള്ളത്തിലേക്ക് ഒരു ഒരു സ്പോഞ്ച് കഷ്ണം പൊങ്ങി കിടക്കുന്ന പോലെ, ഇത് ബലൂൺ അല്ലെങ്കിൽ എന്തെങ്കിലും പൊങ്ങി കിടക്കുന്ന പോലെ പൊങ്ങി കിടക്കുന്നത് കണ്ടോ. എന്ത് രസമല്ല കാണാൻ. അത് നല്ല ക്ലിയർ വാട്ടർ കിട്ടോ, ക്ലിയർ വാട്ടർ. ഇത് ഹാർബറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ നീറ്റായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. നോക്കി ഒരു സ്മെല്ല് തന്നെ അങ്ങനെ വലിയ കാര്യത്തിന് മീനിന്റെ സ്മെല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും തിരക്കെല്ലാം കഴിഞ്ഞു, കാരണം ഈ സമയമായില്ലേ, അതുകൊണ്ടായിരിക്കും തിരക്കെല്ലാം കഴിഞ്ഞത്. നമുക്ക് ഫിഷ് നോക്കാം. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഫിഷ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ യെല്ലോ ടൈല്. നമ്മുടെ നാട്ടിലെ പോലെ ചാളയോ അയിലോ അങ്ങനത്തെ മീനൊന്നും ഇല്ല. ഇതിന്റെ പേരൊക്കെ ഇനി അവരുടെ അടുത്ത് ചോദിക്കേണ്ടി വരും കേട്ടോ. ഇത് നാട്ടിൽ ഇങ്ങനത്തെ മീനെല്ലാം കാണുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഈ സ്നൂക്ക്, ഉണങ്ങിയ സ്നൂക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തിരക്കെല്ലാം കഴിഞ്ഞു കേട്ടോ. തിരക്കെല്ലാം കഴിഞ്ഞു പോയി. ഇതാണ് കിളിമീൻ പോലത്തെ മീനാണ്. ഭയങ്കര വില കുറവാട്ടോ. ഈ ഒരു ഫുൾ മീൻ 200 രൂപ ഉള്ളൂ ഈ യെല്ലോ ടൈലിന്റെ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ഫിഷ് മാൻ? ഹൗ ആർ യു? Yeah. Sorry? Otto. And that one? That's സ്നാപ്പർ. ഓ, അത് സ്നാപ്പർ ആട്ടോ. ആ ഫിഷാണ് സ്നാപ്പർ. പിന്നെ ഇവിടെ കുറച്ച് കൂന്തൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം പാക്കറ്റ് ചെയ്തിട്ടാ വെച്ചേക്കുന്നത് കേട്ടോ. കണ്ടോ. അപ്പൊ നമ്മളിത് ഈ ഒരു യെല്ലോ ടൈലും എടുത്തിട്ടുണ്ട്. പിന്നെ ആ സ്നാപ്പറും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവര് ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആ ചൂണ്ടിയിടുന്ന അവിടത്തോടെ പോയിട്ട് വരാം. അവിടെ ഒരു ട്രെയിൻ പോയിട്ടോ. ഇപ്പൊ തന്നെ ഒരു ട്രെയിൻ പോയിരുന്നു. ഇത് കണ്ടോ, നിറച്ച് ഈ സ്നൂക്ക് ഇവിടെ ഉണക്കാനായിട്ടാക്കട്ടോ. ഈ സ്നൂക്ക് ഈ കെപ്റ്റോണുകാരുടെ മെയിൻ ഫിഷ് ആണ്. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അവർ സ്നൂക്ക് ബ്രായ് ഒക്കെ ചെയ്യും, അതായത് ഗ്രില്ല് ചെയ്യും സ്നൂക്ക്. എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം ഭയങ്കര ബോണാണ് അതിന്. അതുകൊണ്ടാണ് നമ്മളത് മേടിക്കാത്തത്. അത് നല്ല വില കുറവിന് കിട്ടും കേട്ടോ. അത് വലിയ മീനാണ്. നമ്മൾ ഇവിടുന്ന് അവിടെ മീൻ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്നു കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാവരും ഇരുന്നിട്ട് ഫിഷിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭംഗി നോക്കി, ഈ ഒരു കടലിന്റെ, അതായത് ഈ ഫോൾസ് ബേയിലേക്ക് നിൽക്കുന്ന ഈ കാൽക്ക് ബേയുടെ ഭംഗിയും, പിന്നെ ഇവിടെ നിന്ന് ഫിഷിങ് ചെയ്യാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ആൾക്കാർ. നല്ല ഭംഗിയല്ലേ, നല്ല രസമല്ലേ. ഇത് കണ്ടോ. അപ്പൊ നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ ഒരു ചെറിയൊരു ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബോട്ടുകള്, നിറച്ച് ബോട്ടുകൾ നമുക്ക് കാണാം ഈ സൈഡില്. അവിടത്തേക്ക് ചെറുതായ രീതിയിൽ കോടയെല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ചൂടില്ല, എന്നാ ഒട്ട് നല്ല തണുപ്പുമില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാട്ടോ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ വരെ പോയിട്ട് വന്നിട്ട് നമുക്ക് ചൂണ്ടയിടുന്ന ആൾക്കാരെ കാണാം. നമുക്ക് ഇവിടെയുള്ള ആൾക്കാര് വൈകുന്നേരം ആകുമ്പം വിശ്രമിക്കാനൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാട്ടോ ഇത്. നോക്കി, നല്ല ക്ലിയർ വെള്ളം അല്ലേ, ക്ലിയർ വെള്ളം കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ശക്തിയിൽ തന്നെ തിരമാലയും പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഈ സുലൈമാൻ എന്ന് പറഞ്ഞ ബോട്ട് കിടക്കുന്നു. സുലൈമാൻ, നമ്മുടെ നാട്ടിലെ സുലൈമാൻ ബോട്ട്. വാവ്, എന്ത് രസമല്ലേ. നോക്കി, ഭംഗിയുണ്ടോ. നമുക്ക് ഫിഷ് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഫിഷ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഫിഷ് എടുത്തിട്ട് നമുക്ക് കറിയല്ല, കറി വെക്കാൻ വേണമെങ്കിൽ, പിന്നെ ഒരു ഫിഷ് എടുത്തിട്ട് നമുക്ക് അച്ചാറിടാം. ബാക്കി
ബാക്കി ഫിഷ് നമുക്ക് വറക്കുകയും ചെയ്യാം കേട്ടോ. ആ സ്നാപ്പറൊക്കെ വറക്കാൻ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പുറത്ത് ഇരുന്നിട്ട് ആൾക്കാർ ചൂണ്ടെടുത്തോണ്ടിരിക്കുന്നുണ്ടേ. കണ്ടോ എന്ത് ഭംഗിയല്ലേ ഈ ഒരു വ്യൂ കണ്ടോ. അതായത് നമ്മള് ഈ വഴി കടന്നു പോയിട്ടുണ്ട് കേട്ടോ. ഈ വഴി എങ്ങനെയാ കടന്നു പോയേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആ ഓസ്ട്രിച്ചിന്റെ ഫാമിലേക്കൊക്കെ പോയില്ലേ, അപ്പൊ ഈ വഴിക്കാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഒന്നും നമ്മൾ നിർത്തിയില്ലായിരുന്നു. നമ്മൾ സൈമൺസ് ടൗൺ നിർത്തിയിട്ടുണ്ട്, പക്ഷെ ഈ കാൽബേയിൽ നിർത്തിയിട്ടില്ല. കാൽബേ സൈമൺസ് ടൗണിനോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത്, ഏകദേശം അടുത്താട്ടോ കിടക്കുന്നത്. അപ്പം ഇവിടേക്ക് നമ്മുടെ സീറസ് റെയിൽ, നമ്മൾ എൽജിൻ ഗാരേജ് പോയില്ലേ, അതേപോലത്തെ തന്നെ സീറസ് റെയിലിന്റെ കേപ്പ് ടൗണിൽ നിന്ന് സൈമൺസ് ടൗണിലേക്ക് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ന്യൂ റൂട്ടായെന്നും പറഞ്ഞിട്ട്. അത് ഇവിടേക്കുണ്ട്. അതില് സ്റ്റോപ്പ് വരുന്നത് ഇവിടെ നിന്ന് നേരെ പോയി നേരെ സൈമൺസ് ടൗൺ ആണ് പോകുന്നത്. പക്ഷെ പോകുന്ന സമയത്ത് കാൽബേയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്, അവിടെയും അവർ സ്റ്റോപ്പ് ഉണ്ടെന്നാട്ടോ പറഞ്ഞു കേട്ടത്. പിന്നെ ഇവിടേക്ക് വന്നിട്ട് സീ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ സീ ഫുഡ് ടേസ്റ്റ് ചെയ്യാം. നല്ല അടിപൊളി സീ ഫുഡാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാൻഡപ്പം വന്നപ്പോൾ സാൻഡപ്പനെയും ഞങ്ങൾ വന്ന് ഇവിടെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ ഫിഷ് ആൻഡ് ചിപ്സ്. കണ്ടോ ഇവിടേക്ക് നമ്മൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ കുറെ ആൾക്കാർ ഇരുന്നിട്ട് ഫിഷിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഫിഷ് കിട്ടുമോ നോക്കാം. അവർക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമറയിൽ ഇപ്പൊ കാണാം. അവർക്ക് ഫിഷ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം എന്തായാലും. ഇവിടെ എല്ലാ ആൾക്കാർ വന്ന് വിശ്രമിക്കുന്ന സ്ഥലമാട്ടോ, അതിനാണ് ഇങ്ങനെ കെട്ടിയിട്ടാക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഫിഷ് കിട്ടുവാണെങ്കിൽ കാണാൻ വേണ്ടി. ഇവിടെ ചെറിയ മറ്റേ പായൽ പോലത്തെ സാധനമൊക്കെ കണ്ടോ, ഇങ്ങനെ ഓളത്തിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. അവിടെ സീലുണ്ട് കേട്ടോ. അങ്ങ് അവിടെ ഒരു സീലിനെ കണ്ടു. ഇവിടെ കണ്ടോ ആ സീലിലേക്ക് മീൻ പിടിക്കുന്നുണ്ടോ. സീൽ പിടിക്കുമ്പം മറ്റേ കടൽക്കാക്കകളും വന്നിട്ട് അതിനെ തട്ടിപ്പറക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണേ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട്. നോക്കി ആ ഓളം വെട്ടും നല്ല ഭംഗി. ഇത് കണ്ടോ ഇവിടെ ഒരു ചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ഷമയുള്ള പണിയാണ് ഈ ചൂണ്ടിടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അറിയാലോ. പ്രത്യേകിച്ച് ഈ കടലിലൊക്കെ മീനെ കിട്ടിയില്ലെങ്കിൽ കുറെ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കേണ്ടി വരും. ഇവിടെ ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ കുറച്ചു നേരം കൂടി നിൽക്കും, കാരണം നമ്മുടെ ഫിഷ് മുറിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം മുറിക്കാൻ കൊടുത്ത ഫിഷ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചാട്ടോ നമ്മൾ വന്നത്. ഇവിടെ ഈ ചേട്ടൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ടേ ഇവിടെ. ഇത് കേട്ടോ, ട്രെയിൻ പോകുന്ന നോക്കി. ഇത് കണ്ടോ ഈ കോസ്റ്റൽ ലൈനിൽ പോകുന്ന ഈ റൂട്ട് ഭയങ്കര സൂപ്പർ റൂട്ടാട്ടോ. ഇത് മെട്രോ ട്രെയിനാ പോകുന്നത്. നല്ല ഭംഗിയില്ലേ നോക്കി, കടലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ട്രെയിനിലൊരു യാത്ര. അതും അവിടെ മുകളില് മലകളും അപ്പുറത്തെ സൈഡില് മലകളും, ആ മലനിരയില് നല്ല സ്ലോപ്പ് നിലത്തില് നല്ല ബിൽഡിങ്ങുകളും, ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നത് കടലിനെ ഫേസ് ചെയ്തിരിക്കുന്ന വ്യൂവും. അങ്ങ് പോകാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇവിടെ പിന്നെ കുറച്ച് ഈ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളും സ്ക്രാപ്പിൽ നിന്ന് ഉണ്ടാക്കിയാക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇത് വിൽക്കാനായിട്ട് ആൾക്കാർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഇവര് ഈ ഫിഷ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടേക്കാണ് ഫിഷ് കട്ട് ചെയ്യുന്ന സ്ഥലം. നമ്മളപ്പോ നമുക്ക് ഫിഷ് നോക്കാൻ പോയിട്ട് വരാം. ഒരു സീലിരിക്കുന്ന നോക്കി. അയ്യോ എന്നാല എന്ത് ഭംഗിയാ കാണാൻ. തിളങ്ങും കേട്ടോ, ഇതിന്റെ ശരീരം നല്ല തിളങ്ങുക. ഇത് വെള്ളത്തിൽ കിടക്കുമ്പോഴില്ലേ മറ്റേ വാഴപ്പിണ്ടി പൊങ്ങി കിടക്കുന്ന പോലെ ഈ സാധനം പൊങ്ങി കിടക്കും. നോക്കി സീല് നോക്കി. ഈ സാധനം ഡേഞ്ചറും കൂടി കേട്ടോ. ഇത് ആൾക്കാരെ കടിക്കുകയൊക്കെ ചെയ്യും ഒറ്റയ്ക്കൊക്കെ നിൽക്കുവാണെങ്കിൽ. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇത് ഇവിടെയൊക്കെ കയറി കിടക്കാറുണ്ട് കേട്ടോ. ഈ സാധനം ഇവിടെ എല്ലാം കയറി കിടക്കാറുണ്ട്. ഇത് നോക്കി റസീല് ഇപ്പുറത്തേക്ക്. ഈ ഫിഷിന്റെ വേസ്റ്റ് വരുന്നത് എല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈറ്റങ്ങളെടുത്ത് കഴിക്കും. ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാട്ടോ കിടക്കുന്നത്. ഇത് കണ്ടോ വേറെ സാധനം. നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവര് മുറിച്ചൊക്കെ നമുക്ക് തന്നു കേട്ടോ. ഇത് കണ്ടോ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. ക്ലീനിങ്ങിന് ഒരു സെപ്പറേറ്റ് ചാർജ് മേടിക്കും. ഇതിലാണ് നമ്മുടെ ഫിഷ് ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്കിത് എടുത്തിട്ട് നമുക്ക് അച്ചാറിടാം, ഫിഷ് അച്ചാറിടാം. അതിനുള്ള ഫിഷ് ഉണ്ട് കേട്ടോ. അപ്പുറത്ത് കാണുന്ന കടയൊക്കെ ഇല്ലേ, അതെല്ലാം ഫിഷ് ആൻഡ് ചിപ്സിന്റെ കടകളാട്ടോ. ഫിഷ് ആൻഡ് ചിപ്സ് കിട്ടുന്ന കടകളാണ്. ഇവിടെ അകത്തേക്കും കാറ് കൊണ്ട് പാർക്ക് ചെയ്യാം, പക്ഷെ പാർക്കിംഗ് ഭയങ്കര ലിമിറ്റഡ് ആട്ടോ. നമുക്ക് ഫിഷ് ആൻഡ് ചിപ്സ് ഈ സാധനം നോക്കി. ഇത് സ്കിൻ എടുത്തോണ്ട് പോകുന്ന നോക്കി, ഫിഷിന്റെ സ്കിൻ എടുത്തോണ്ട് പോകുന്നുണ്ടോ. ഒരു മഴക്കോളുണ്ട്. കോട വന്ന് നിറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ആ മല കയറിയിട്ട് അതിന്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. നമ്മൾ പോകുമ്പോൾ മിക്കതും മഴ പെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് നോക്കി എന്ത് ഭംഗിയായിട്ടൊന്നല്ലേ, അടിപൊളി ലൊക്കേഷൻ. അപ്പോൾ അങ്ങനെയാണ് കാഴ്ചകള്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞങ്ങൾ ഫിഷ് മേടിക്കാൻ വന്നപ്പം ചുമ്മാ ഹാർബറൊക്കെ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ച വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. വൺ ലൈഫ് ലിവ് വിത്ത് 007, ലിവ് ഇൻ ദ മൊമെന്റ്. അപ്പൊ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോവാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പം
കാറിൽ കൊണ്ട് ഫിഷ് വെച്ചു. എന്നിട്ട് ദേ ഇവിടെ നോക്കി കഴിഞ്ഞപ്പം ഇവിടേക്ക് ഇത്തിരി ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട്. ഇവിടെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ അവിടേക്കൊന്ന് നടന്നു പോയേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ദേ നമ്മള് നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മള് പണ്ട് മറ്റേ ഓസ്ട്രിച്ചിന്റെ എഗ്ഗ് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ, അത് ഈ വഴിക്ക് അങ്ങ് പോകണം. സയൻസ് ടൗൺ വഴി. സയൻസ് ടൗൺ ഒക്കെ നമ്മുടെ വീഡിയോയില് നമ്മള് കാണിച്ചിട്ടുണ്ടായിരുന്നു. സയൻസ് ടൗൺ കാണാത്തവർക്ക്, കണ്ടിട്ടില്ലാത്തവർ, ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാട്ടോ. അതും കാണണേ, നല്ല വീഡിയോ ആണ്. ഇത് കണ്ടോ, ഇല്ല എങ്ങനെ കിടക്കുന്ന നോക്കി, എന്നാ അടിപൊളിയായിട്ടല്ല കിടക്കുന്നത്. ഇത് ഹാർബർ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറന്റ് അവിടെ ഉണ്ട്. ദേ വാവ്, സൂപ്പർ അല്ലേ. നല്ല കഞ്ചാവിന്റെ മണം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് വന്ന് ഈ പാറകളുടെ ഇടയിലൊക്കെ ഇരുന്നിട്ട് അതെ അവിടെ ഒരു തന്നെ ഇരുന്ന് സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്നുണ്ട്. നല്ല കഞ്ചാവിന്റെ മണം, കഞ്ചാവ് വലിച്ചോണ്ടിരിക്കുകയാണ് ആശാൻ ഈ സീനറി ഒക്കെ കണ്ട്. വാവ്. ഇന്ന് ദേ മീനും വാമിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് പെട്ടെന്ന് വീഡിയോ നിർത്തി പോകാം. പിന്നെ ദേ നല്ല മഴക്കോളും വന്നിട്ടുണ്ട്. വാമി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ പാർക്കറ്റിലേക്ക് വെള്ളം അടിച്ച് കയറുന്നതൊക്കെ എന്ത് ഭംഗിയല്ലേ. നല്ല അടിപൊളി ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. നല്ല രസമില്ലേ കാണാൻ വേണ്ടി. ഈ സീനറി ഒക്കെ നോക്കി എന്ത് രസമായിട്ട് കിടക്കുന്നത് നോക്കി. ഇവിടെയുള്ള ആ വീടുകൾ ഞങ്ങള് പണ്ട് ഞാനും രഞ്ജിതണ്ണൊക്കെ കൂടി ഫാമിലി ആയിട്ട് ഇവിടെ വന്നിട്ട് ഈ ഏരിയയില് ആ ഏരിയയില് നമ്മൾ വന്ന് താമസിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ കടലിനെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു അക്കോമഡേഷനിൽ എയർബിഎൻബിയിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് കപ്പ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പം ആഫ്രിക്കൻസ്, അതായത് ഈ മൊസാംബിക്കുന്ന സിംബാബ്വേന്ന് അങ്ങോട്ട് വന്നിട്ട് അവർ കപ്പ വെക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ നമുക്ക് കപ്പ കിട്ടുമെങ്കിൽ കപ്പയും കൂടി ഒന്ന് ചോദിച്ചിട്ട് പോവാട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിഷും കപ്പയും ചേർത്തടിക്കാലോ. ഇത് നൊസ്റ്റാൾജിക് മൂഡല്ലേ.